ഹലോ ഗൈസ്, ഞങ്ങൾ ബീച്ചിൽ പോയപ്പോൾ കല്ലുമ്മക്കായ വാങ്ങിയിട്ടുണ്ടേനു. അപ്പോൾ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ കല്ലുമ്മക്കായ കക്കർച്ചി എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാ, നിങ്ങൾ കമന്റ് ചെയ്യോണ്ടി. അപ്പോൾ ഇന്ന് കല്ലുമ്മക്കായ എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഈ കല്ലുമ്മക്കായ നന്നായിട്ടൊന്ന് കഴുകി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ കല്ലുമ്മക്കായ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കല്ലുമ്മക്കായന്റെ പുറത്തുള്ള തോടൊക്കെ ഒന്ന് കളയണം. അപ്പോൾ ഈ കല്ലുമ്മക്കായന്റെ പുറത്തുള്ള തോട് അങ്ങനെ വേഗം കിട്ടൂല. അപ്പോൾ അത് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഒക്കെ ഓണാക്കി ഈ കല്ലുമ്മക്കായ വെള്ളത്തിൽ ഇങ്ങനെ ചൂടാക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിന്റെ പുറത്തുള്ള തോടൊക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കും. അപ്പോൾ അതിന്റെ ഉള്ളിൽ കക്കർച്ച് വേഗം കിട്ടും ചെയ്യും. അപ്പൊ ഈ കല്ലുമ്മക്കായ ചൂടാക്കാതെയാണ് ഈ തോട് പൊളിക്കണമെന്നുണ്ടെങ്കിൽ വേഗം കിട്ടൂല. ഇതിപ്പോ ചൂടാക്കിയോണ്ട് ഇതിന്റെ ഉള്ളിലത്തൊക്കെ വേഗം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലുള്ള കക്കർച്ചി. ഇത്ര വലിപ്പമുള്ളൂ കേട്ടോ ഇതിന്റെ ഉള്ളിലുള്ളത്. പിന്നെ അതിന്റെ ഉള്ളിലുള്ള ഇങ്ങനത്തെ ഓരോ ഇതും എടുക്കും വേണം. അങ്ങനെ ഇതിന്റെ ഉള്ളിലുള്ള കക്കർച്ചൊക്കെ നല്ലോണം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒക്കെ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തു, എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കക്കർച്ചി ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഗൈസ്, ഞാൻ ഇതുപോലെ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ പാൻ തന്നെ ഒനിയൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ ഒനിയൻ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കരിവേപ്പില ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വാട്ടിയെടുത്തു. എന്നിട്ട് ഇതിലേക്ക് ടൊമാറ്റോ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തു കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വാടി വന്നപ്പോൾ ഇതിലേക്ക് കക്കർച്ചി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് കുറച്ച് നേരം അടച്ച് വെച്ചൊക്കെ ചെയ്തു. അപ്പൊ ഇതിങ്ങനെ മിക്സ് ആക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പൊ കല്ലുമ്മക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഞാൻ ചോറിന്റെ കൂടെ കഴിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പൊ ഗൈസ്, ഞാൻ കല്ലുമ്മക്കായ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഗൈസ്, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.